قال الله تعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم. فآمن له لوط فقال إني مهاجر إلى ربي إنه هو العزيز الحكيم. صدق الله العظيم. ആദരണീയരായ സത്യവിശ്വാസിനികളെ, നമ്മുടെ എല്ലാം സൃഷ്ടാവും നിയന്താവും പരിപാലകനും സംരക്ഷകനുമൊക്കെയായ അല്ലാഹു സുബ്ഹാനഹു തആല കൽപ്പിച്ചത് പ്രകാരം ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും തഖ്വ ഉള്ളവരായിരിക്കുവാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ആദ്യമേ തന്നെ അർഹിക്കുന്ന ഗൗരവത്തിൽ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഹിജറ കലണ്ടർ അനുസരിച്ച് ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഒരു പുതുവർഷം എന്ന് പറയുമ്പോൾ ഇസ്ലാമികമായ ഒരു കാഴ്ചപ്പാടിൽ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ഉള്ള ഒരു സന്ദർഭമാണ്. അത് ആഹ്ലാദത്തിന്റെയും അതുപോലെ തന്നെ ആഘോഷങ്ങളുടെയും ഒരു സന്ദർഭമായി കാണുന്നതിന് പകരം, അല്ലെങ്കിൽ അതിലുപരി വിലയിരുത്തലിന്റെയും വിശകലനങ്ങളുടെയും പുനരാലോചനയുടെയും ഒരു കണക്ക് നോക്കുന്നതിന്റെയും ഒക്കെ സന്ദർഭമായാണ് നമ്മൾ കാണേണ്ടത്. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നിശ്ചയിച്ചു തന്ന, നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാത്ത ഒരു ആയുസ്സിന്റെ കണക്കുണ്ട്. ആ കണക്കിൽ നിന്ന് ഒരു കൊല്ലം കഴിഞ്ഞു പോയിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ പൊതുവിൽ ജന്മദിനങ്ങളൊന്നും ആഘോഷിക്കാത്തത്. കാരണം നമുക്കത് ആഘോഷം എന്നതിലുപരി നമ്മുടെ ഖബറിലേക്ക് ഒരു കൊല്ലം കൂടി അടുത്തിരിക്കുന്നു എന്ന ഓർമ്മപ്പെടുത്തലാണ് നമ്മുടെ ജന്മദിനം എന്നതുകൊണ്ടാണ്. ജനിച്ച ദിവസത്തിന് എന്താണ് പ്രത്യേകത? 2-ാം തീയതിയോ 25-ാം തീയതിയോ 30-ാം തീയതിയോ ഒക്കെ അതങ്ങ് ജനിച്ചു, അതിലപ്പുറം അതിലൊന്നുമില്ല. അതേസമയം ഒരു ജന്മദിനം കടന്നു വരുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഖബറിലേക്ക് വീണ്ടും അടുക്കുകയാണ്. ഖരീബൻ ഇലൽ ഖബർ, ദുനിയാവിൽ നിന്ന് അകലുകയും ഖബറിലേക്ക് അടുക്കുകയും ചെയ്യുകയാണ്. നമുക്ക് അറിഞ്ഞുകൂടാ നമ്മുടെ ആയുസ് എത്രയാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഒരു വർഷം പുതിയതായിട്ട് വരുമ്പോ ഒരു വർഷം കഴിഞ്ഞു പോയിരിക്കുന്നു. ദുനിയാവിന്റെ കണക്ക് പുസ്തകത്തിൽ ഒരു വർഷം കഴിഞ്ഞു പോയി. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിന് ശേഷം വേറൊരു ജീവിതമുണ്ട്. അതാണ് യഥാർത്ഥത്തിലുള്ള ജീവിതം. അതിലേക്കുള്ള ഒരുക്കമാണ്, അതിന്റെ കൃഷിസ്ഥലമാണ് യഥാർത്ഥത്തിൽ ദുനിയാവെന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്തു കൂട്ടുന്ന ഓരോ കാര്യവും, പറയുന്നതും ചെയ്യുന്നതും ചിന്തിക്കുന്നതും എല്ലാ കാര്യങ്ങളും അല്ലാഹു തആല റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം സൂക്ഷ്മമായിട്ട് റെക്കോർഡ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം അല്ലാഹു തആല ഉണ്ടാക്കിയിട്ടുണ്ട്. എത്ര ചെറുതാണെങ്കിലും അതവിടെ ഉണ്ടാകും. എന്നിട്ട് അതൊക്കെ വിചാരണാ സന്ദർഭത്തിൽ നമുക്ക് ഇങ്ങനെ പ്രദർശിപ്പിച്ചു തരുമെന്നാണ്. മലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹ. എന്തൊരു കിതാബാണ് ഇത്! എല്ലാം ഉണ്ടല്ലോ ഇതില്, ചെറുതും വലുതും ഒന്നും വിട്ടുകളഞ്ഞിട്ടില്ലല്ലോ എന്ന് വിലപിക്കുന്ന ഒരു സന്ദർഭം വരാനുണ്ട് എന്നാണ്. പക്ഷെ അങ്ങനെ നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹു തആല പരിശോധിക്കുന്ന, വിചാരണ ചെയ്യുന്ന, പ്രദർശിപ്പിക്കുന്ന കാലത്തിന്, നേരത്തിന്, ആ ദിവസത്തിന് മുൻപ് ഹസിബു ഖബ്ല അൻ തുഹാസബു, നിങ്ങൾ നിങ്ങളെക്കുറിച്ച് തന്നെ ഒരു കണക്ക് നോക്കുക. എന്താ എന്റെ അവസ്ഥ എന്നതിനെ സംബന്ധിച്ച്. ഇന്ന് എന്നെ റബ്ബ് ദുനിയാവിൽ നിന്ന് തിരിച്ചു വിളിച്ചാൽ എന്തായിരിക്കും എന്റെ കണക്ക് പുസ്തകത്തിൽ ഉണ്ടാവുക? ഇത് ചിന്തിക്കുകയാണ് വേണ്ടത്. അതിനുള്ള അവസരങ്ങളാണ് എല്ലാ ദിവസത്തിന്റെ അവസാനവും, എല്ലാ മാസത്തിന്റെ അവസാനവും, എല്ലാ വർഷത്തിന്റെ അവസാനവും എന്ന് പറയുന്നത്. നമ്മെ സംബന്ധിച്ച് നമ്മുടെ പണിയതാണ്. എന്തായിരിക്കും എൻ്റെ ഒരവസ്ഥ? എന്താ ഇപ്പൊ നമ്മളെ കയ്യിലുള്ളത് സമ്പാദ്യമായിട്ട്? നമ്മൾ ബാങ്കിന് ബാലൻസ് എടുത്ത് നോക്കാറില്ലേ? ദുനിയാവിൽ എന്താണ് നമുക്ക് ബാക്കിയുള്ളത് എന്നറിയാനാണത്. പക്ഷെ പരലോകത്തേക്ക്, എന്റെ ഖബറിലെ ജീവിതത്തിലേക്ക് എന്റെ കയ്യിൽ എന്താണ് ബാക്കിയുള്ളത്?
വേറെ ആരെയും കാണിക്കാൻ വേണ്ടിയിട്ടല്ല, നമുക്ക് നമ്മെ മനസ്സിലാക്കാൻ വേണ്ടി. അങ്ങനെയുള്ള ഒരു കണക്കെടുപ്പ് നമ്മൾ നടത്തണം. അങ്ങനെ കണക്കെടുത്തിട്ട് വെറുതെ പൂട്ടി വെക്കാനല്ല. അപ്പൊ നമുക്ക് ബോധ്യമാകുന്ന, നമ്മൾ തിരിച്ചറിയുന്ന ചില സംഗതികൾ ഉണ്ടാകും. ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇങ്ങനെ കച്ചവടം ചെയ്യല്ല, ഇടയ്ക്ക് വെച്ചിട്ട് അയാൾ നോക്കും എന്താണ് ഇപ്പൊ കച്ചവടത്തിന്റെ ഒരു അവസ്ഥ എന്ന് നോക്കും. ലാഭമാണോ നഷ്ടമാണോ, എവിടെയെങ്കിലും നമ്മൾ അറിയാതെ ലോസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ പരിശോധിക്കും. അങ്ങനെ പരിശോധിച്ചു നോക്കുമ്പോൾ ചിലതൊക്കെ നഷ്ടമാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നഷ്ടം കുറയ്ക്കാൻ എന്ത് വഴി? നഷ്ടം പൂർണ്ണമായി നിർത്തുകയാണ് വേണ്ടത്. അതിലെന്താണ് മാർഗം? ലാഭം വർദ്ധിപ്പിക്കാൻ എന്താണ് മാർഗം? ഈ കണക്ക് നോക്കലാണ് കച്ചവടക്കാരന്റെ വിജയം എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ എന്താണ് നമ്മളെ തകർത്ത് കളയുക, എവിടെയാണ് നമുക്ക് ദോഷം ഉണ്ടാവുക, എവിടെയാണ് നമുക്ക് നഷ്ടം സംഭവിക്കുക? ഹസറത്ത് ദുനിയ വഹസറൽ ആഖിറ. ചില ആളുകളുണ്ട്, ദുനിയാവും ഇല്ല അവർക്ക് പരലോകവും ഇല്ല, രണ്ടും നഷ്ടപ്പെട്ടു പോയ ആൾക്കാർ. അപ്പൊ അതിനെക്കുറിച്ച് വിശകലനം ചെയ്യുക, അത് പരിശോധിക്കുക. അങ്ങനെ പരിശോധിച്ചിട്ട് നമ്മുടെ ബന്ധങ്ങളിൽ, നമ്മുടെ കുട്ടികളോടുള്ള പെരുമാറ്റത്തിൽ, നമ്മുടെ ഇണകളോട്, ഭാര്യയോട് ഭർത്താവിനോടുള്ള പെരുമാറ്റത്തിൽ, നമ്മുടെ മാതാപിതാക്കളോടുള്ള നമ്മുടെ സമീപനത്തിൽ, അവർ മരിച്ചുപോയവരാണെങ്കിൽ അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്ന കാര്യത്തിൽ, അവരുടെ ഖബറിടം സിയാറത്ത് ചെയ്യുന്ന കാര്യത്തിൽ എവിടെയാണ് നമുക്ക് വീഴ്ച സംഭവിക്കുന്നത്? അവരുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ കൂട്ടുകാരെ അവരുമായി നല്ല ബന്ധം ഉണ്ടാവണമെന്നാണ്. അതിലാണോ തകരാറുള്ളത്? എവിടെയാണ് നമുക്ക് തകരാറുള്ളത്? ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളോടുള്ള നമ്മുടെ സംസാരമാണോ, പെരുമാറ്റമാണോ, അവരെ പരിചരിക്കുന്നിടത്താണോ? എവിടെയാണ് തകരാറുള്ളത്? അതിനെക്കുറിച്ച് പരിശോധിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തി പുതിയ ഒരു ജീവിതം ആരംഭിക്കുക. അപ്പോഴാണ് ഹാപ്പി ന്യൂ ഇയർ ആവുന്നത്. അല്ലെങ്കിൽ എന്ത് ഹാപ്പിയാണ്? ഒരു കലണ്ടർ മാറ്റി വേറൊരു കലണ്ടർ വരുന്നു. പ്രത്യേകിച്ച് ഹിജറ കലണ്ടർ ഒന്നും മാറുന്നത് നമ്മൾ അറിയണമെന്നില്ല. നമ്മള് പിന്നെ സാധാരണ ജനുവരി, ഫെബ്രുവരി, ഡിസംബർ വരെയുള്ള ആ കലണ്ടറാണ് നമുക്ക് കാണാതെ അറിയുന്നത്. മറ്റേത് നമ്മളിങ്ങനെ എപ്പോഴും ഒരു വാർത്ത കേൾക്കുന്നത് മാത്രമേ. അപ്പൊ കലണ്ടർ മാറ്റിവെക്കുക എന്നതിനപ്പുറത്ത് നമ്മൾ ജീവിതത്തിൽ ഇതുകൊണ്ടൊക്കെ എന്തെങ്കിലും ഫലം ഉണ്ടാകണമെങ്കിൽ ഈ വിശകലനം, ഈ വിലയിരുത്തൽ, അതിനനുസരിച്ചുള്ള തിരുത്തൽ നമ്മൾ വരുത്തണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹിജറ എന്നതിനെ കുറിച്ച് കൂടുതൽ പറയുന്ന, കൂടുതൽ കേൾക്കുന്ന, കൂടുതൽ പഠിക്കുന്ന ഒരു സന്ദർഭമാണ് ഇത്. എന്താണ് ഹിജറ എന്ന് പറഞ്ഞാൽ? ഹിജറ എന്ന് പറഞ്ഞാൽ വെടിയുക എന്നാണ്, ഒഴിവാക്കുക, ഉപേക്ഷിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് ഉപേക്ഷിക്കുന്നത്? എന്താണ് ഉപേക്ഷിക്കുന്നത് എന്ന് ചോദിച്ചാൽ വളരെ കൃത്യമാണ് നമ്മുടെ മറുപടി. ഉപേക്ഷിക്കുന്നത് അള്ളാഹ്ക്ക് പൊരുത്തല്ലാത്തതെല്ലാം ഉപേക്ഷിക്കുക. എന്തിനു വേണ്ടിയാണ് ഉപേക്ഷിക്കുന്നത് എന്ന് ചോദിച്ചാൽ അള്ളാഹു താലക്ക് വേണ്ടി എന്നാണ് മറുപടി. അള്ളാഹുവിന് വേണ്ടി അല്ല ഉപേക്ഷിക്കുന്നതെങ്കിൽ മക്ക ഉപേക്ഷിച്ചു പോകുന്ന ആളെ കുറിച്ച് പോലും സാക്ഷാൽ ഹിജറ നടത്തുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇന്നമൽ അഅമാലു ബിന്നിയ്യാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. ഓരോരുത്തരുടെയും നിയ്യത്ത്, അവരുടെ നിയ്യത്തനുസരിച്ചാണ് കർമ്മങ്ങൾ ഉണ്ടാവുക. ഓരോരുത്തരും എന്താണ് ഉദ്ദേശിച്ചത് അതാണ് അവർക്ക് കിട്ടുക. ആരെങ്കിലും അള്ളാഹുവിലേക്കാണ് ഹിജറയെങ്കിൽ അവർക്ക് അതുണ്ട്. ഇനി ഒരാൾ വിവാഹം ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഹിജറ പോകുന്നതെങ്കിൽ അവർക്ക് അത് കിട്ടിയേക്കും. പക്ഷേ അള്ളാഹുവിലേക്കുള്ള ഹിജറയാവൂല എന്ന് പറഞ്ഞത് സാക്ഷാൽ ഹിജറയുടെ സന്ദർഭത്തിലാണ്. അപ്പോൾ ആർക്കു വേണ്ടി എന്ന് ചോദിച്ചാൽ ഇല്ലാഹി തആല, അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടി നമ്മൾ ഉപേക്ഷിക്കുക. പലതും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഉപേക്ഷിക്കുന്നുണ്ടല്ലോ. അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി, വിളക്ക് വേണ്ടി ഉപേക്ഷിക്കുക. പുകവലി നിർത്തി. എന്തിനു വേണ്ടി? ക്യാൻസർ വരാണ്ടിരിക്കാൻ വേണ്ടി. നല്ല കാര്യം തന്നെയാണ്. അള്ളാഹുവിന്റെ റിള എനിക്ക് കിട്ടണം, അതിന് ഞാൻ എന്റെ തടിയെ നശിപ്പിക്കാൻ പാടില്ല, ഇത് ഞാൻ എന്റെ തടിനോട് ചെയ്യുന്ന ഒരു ഒന്നാണെന്ന് വിചാരിച്ചിട്ട് ഒഴിവാക്കിയാൽ അതൊരു മഹത്തരമായ കാര്യമാണ്. മറ്റേത് ബേജാറായിട്ട് ചെയ്യുന്നതാണ്, ദുനിയാവിൽ നിന്നൊക്കെ പറ്റിപ്പോകുമെന്ന് വിചാരിച്ച് ചെയ്യുന്നതാണ്. അപ്പൊ നിയ്യത്ത് വളരെ പ്രധാനമാണ്. എന്താണ് വെടിയേണ്ടത്? എന്താണ് ഉപേക്ഷിക്കേണ്ടത്? നമ്മുടെ ദുശീലങ്ങളൊക്കെ ഉപേക്ഷിക്കണം, സുശീലങ്ങളിലേക്ക് വരണം, നല്ല ശീലങ്ങളിലേക്ക് വരണം. ദുസ്വഭാവങ്ങൾ ഉപേക്ഷിക്കണം, സൽസ്വഭാവത്തിലേക്ക് വരണം. നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരല്പം കടന്നുകൂടിയാൽ, ഒരുപാടൊന്നും വേണ്ടട്ടോ, ഒരല്പം കടന്നുകൂടിയാൽ സ്വർഗത്തിന്റെ സുഗന്ധം അനുഭവിക്കാൻ കഴിയാത്ത ഒരു ചീത്ത കാര്യമാണ് കിബർ എന്ന് പറയുന്നത്. ഞാൻ എന്നുള്ള വിചാരം നമ്മുടെ സംസാരത്തിൽ എപ്പോഴും വരൂലേ? ഞാൻ എപ്പോഴേ പറഞ്ഞതാണ്, ഇപ്പൊ എന്തായി? ഞാൻ പറഞ്ഞ പോലെ ആയില്ലേ?
അങ്ങനെ വരില്ലേ? ഇടയ്ക്ക് ഇങ്ങനെ വരില്ലേ? നമ്മൾ പറയുമ്പോൾ എല്ലാം ഇങ്ങനെ വരില്ലേ? ഞാൻ നല്ലൊരു സംഗതി വരില്ലേ? ആരാണ് മെച്ചം എന്ന ചോദ്യത്തിന് ചോദിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ മനസ്സിൽ ഇങ്ങനെ വരില്ലേ? ഞാൻ എന്ന് വരൂല്ലോ. ഈ ഞാൻ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, കിബിറ്, ഫഖ്റ്, അഹങ്കാരം, അഹംഭാവം എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ, മനുഷ്യനെ നശിപ്പിക്കും. മനുഷ്യനെ മാത്രല്ല, ശൈത്താനാക്കിയത് അതാണല്ലോ. ഞാനാണ് ശ്രേഷ്ഠൻ, കാരണം എന്നെ തീയിന്നാണ് പഠിച്ചത്. അവനോ മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവനല്ലേ എന്ന നിസ്സാരപ്പെടുത്തലുണ്ടല്ലോ. ഞാൻ വലിയ തറവാട്ടിലാണ്, ഞാൻ ആരാണ് ആള്, എന്റെ വാപ്പാരാ, നിങ്ങൾക്ക് മനസ്സിലായോ എന്നൊക്കെ ചോദിക്കൂലേ ഇടക്ക്? ഈ ജാഹിലിയത്ത് കയറി വരുമ്പോഴാണ് ചോദിക്കുന്നത്, നീ ആരാണ്? നീ ഒന്നുമല്ല. കണ്ടാൽ അറക്കുന്ന ഒരു തുള്ളിയിൽ നിന്നാണല്ലോ നീ വന്നിട്ടുള്ളത്. അതിലപ്പുറം നീ ആരാണ്? ഒന്നുമല്ല. ഇത് നമ്മുടെ മനസ്സിനെങ്ങനെ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടില്ല എങ്കിൽ നമ്മളെയും കൊണ്ട് കിബറ് പോവും, നമ്മുടെ അമലൊക്കെ ബാത്തിലേക്ക്. അപ്പൊ കിബറിൽ നിന്ന്, അഹങ്കാരത്തിൽ നിന്ന്, അഹംഭാവത്തിൽ നിന്ന് വിനയത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയണം. അപ്പൊ അഹങ്കാരം വെടിയണം, അഹംഭാവം വെടിയണം, ഞാൻ എന്ന വിചാരം വെടിയണം. അങ്ങനെ അള്ളാഹുവിന്റെ വില ഉദ്ദേശിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അപകടകരമാകുന്ന എല്ലാറ്റിനെയും വെടിയുക, ഒഴിവാക്കുക, ഉപേക്ഷിക്കുക. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള ഹിജറയാണ് ഹിജറ കലണ്ടറിന്റെ അടിസ്ഥാനം. ആ കാര്യം വെച്ചിട്ട് തുടങ്ങാം. നമ്മുടെ കാലഗണന എന്ന് വന്നതുകൊണ്ടാണ് ഹിജറ വർഷം എന്ന് പറയുന്നത്. എന്നാൽ പൂർവികരായ അംബിയാ മുർസലീങ്ങളുടെ കാലത്ത് അതുണ്ട്. റസൂലുള്ളാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, റസൂലുള്ളാഹി മൂസ അലൈഹിസ്സലാം, ഇവരൊക്കെ ഹിജറ പോയ ആളുകളാണ്. അപ്പോൾ ഇറാഖിൽ നിന്ന് ഫലസ്തീനിലേക്ക്, ഫലസ്തീനിൽ നിന്ന് മക്കയിലേക്ക് വലിയ ത്യാഗം സഹിച്ചുകൊണ്ട്, കഠിനമായ ത്യാഗം സഹിച്ചുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാം ഹിജറ പോയത് നമുക്കറിയാം. ഒരു നാടിനെ ഉപേക്ഷിക്കുകയാണ്, വീടിനെ ഉപേക്ഷിക്കുകയാണ്, വേണ്ടപ്പെട്ടവരുപേക്ഷിക്കുകയാണ്. എന്ത് സുഖം ഉണ്ടായിരുന്നു എന്നറിയോ? നമ്രൂദിന്റെ ഏറ്റവും അടുത്ത ആളായിരുന്നല്ലോ ആസർ. ആ ആസറിന് കിട്ടുന്ന ആനുകൂല്യം, ആ ആനുകൂല്യങ്ങളൊക്കെ പറ്റി അവിടുത്തെ കൊട്ടാര പുരോഹിതന്റെ മകനായി അങ്ങനെ കഴിഞ്ഞുകൂടാലോ. അതൊക്കെ ഒഴിവാക്കുകയാണ്, അതെല്ലാം ഒഴിവാക്കുകയാണ്. അതൊക്കെ ഒഴിവാക്കിക്കൊണ്ടാണ് ഇബ്രാഹിം അലൈഹി സ്വലാം പറഞ്ഞത്, വഖാല ഇന്നി മുഹാജിറുൻ ഇലാ റബ്ബി, ഞാൻ എന്റെ റബ്ബിലേക്ക് ഹിജറ പോവുകയാണ്. നമ്മൾ വിചാരിക്കുന്നത് ഇറാഖിൽ നിന്ന് ഫലസ്തീനിലേക്ക് പോവുകയാണ് എന്നാണ്. അത് ശരിയാണ്. നമ്മൾ വിചാരിക്കുന്നത് ഫലസ്തീനിൽ നിന്ന് മക്കയിലേക്ക് പോവുകയാണ് എന്നാണ്. അതും ശരിയാണ്. പക്ഷേ ഇബ്രാഹിം അലൈഹി സ്വലാം പറഞ്ഞത് എന്താണ്? ഇലാ റബ്ബി, ഞാൻ എന്റെ റബ്ബിന്റെ അടുത്തേക്ക് പോവാണ്. ഞാൻ എന്റെ റബ്ബിന്റെ അടുത്തേക്ക് ഞാൻ എന്റെ റബ്ബിന്റെ അടുത്തേക്ക് പോവാണ്, അവൻ എന്നെ വഴി നടത്തും. അപ്പോൾ ഒരു പ്രദേശത്ത് നിന്ന് വേറെ ഒരു പ്രദേശത്തേക്ക് പോവുക എന്നതൊക്കെ ഭൗതികമായി നമ്മൾ നോക്കുമ്പോൾ കാണുന്ന കാര്യമാണ്. പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ്? അള്ളാഹുവിലേക്ക് പോവുകയാണ്, അവന്റെ വിളയിലേക്ക്, അവന്റെ തൃപ്തിയിലേക്ക്. അവൻ എന്തൊന്നിലാണോ എന്നെ പൊരുത്തപ്പെടുക, അതിലേക്കുള്ള പോക്കാണ് യഥാർത്ഥത്തിൽ ഹിജറ എന്ന് പറയുന്നത്. മൂസ അലൈഹിസ്സലാം മദീനയിലേക്ക് പോയിട്ടുണ്ട്, ഹിജറയാണ്. മൂസ അലൈഹിസ്സലാം ചെങ്കടലിന്റെ അടുത്തേക്ക് പോയില്ലേ? റബ്ബി, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, ഒരു ബേജാറുമില്ല. ആ കടലിന്റെ അടുത്ത് നിന്നപ്പോ നമ്മൾ പറയാറില്ലേ, ചെകുത്താനും കടലിനും മധ്യേന്ന്, ചെകുത്താനും കടലിനും മധ്യേ എന്ന് പറയാറില്ലേ? മുമ്പിൽ ചെങ്കടലാണ്, തൊട്ട് പിന്നെ ആരാണ്? സാക്ഷാൽ ചെകുത്താന്റെ പ്രതിനിധിയായ ഫിർഔൻ, വലിയ സൈന്യവും അവര് വന്ന് നിൽക്കുകയാണ്. അപ്പോഴാണ് ചെകുത്താനും കടലിനും മധ്യയായ. എന്തോ ബേജാറുണ്ടോ? ഇല്ല. എന്ന മഅിയ റബ്ബി, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, എന്റെ റബ്ബ് എന്റെ കൂടെ ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറയുടെ വേളയിൽ ഷൗറിൽ ഇരിക്കുമ്പോൾ പറഞ്ഞതും ഇതേ വാക്കാണല്ലോ, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അബൂബക്കർ, ഭയപ്പെടണ്ട, പേടിക്കണ്ട, റബ്ബുണ്ട്, അല്ലാഹു ഉണ്ട് നമ്മുടെ കൂടെ. ഇതാണ്
അപ്പൊ അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാവണമെങ്കിൽ എന്തു വേണം? അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാവണമെങ്കിൽ എന്തു വേണം? അതിനെക്കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായിട്ട് പറഞ്ഞു. വൽ മുഹാജിറു മൻ ഹജറ മാ നഹല്ലാഹു അൻഹു. യഥാർത്ഥത്തിൽ മുഹാജിർ എന്ന് പറയുന്നത്, ഹിജറ പോയവൻ എന്ന് പറയുന്നത്, മൻ ഹജറ മാ നഹല്ലാഹു അൻഹു, അള്ളാഹു വിലക്കിയതിനെ വെടിയുന്നവനാണ്. അതാണ് മുഹാജിർ. അള്ളാഹു വിലക്കിയതിനെ വെടിയുന്നവനാണ്. അള്ളാഹു വിലക്കിയ കുറെ കാര്യങ്ങളുണ്ട്. ശിർക്ക് അള്ളാഹു വിലക്കിയ കാര്യമാണ്. ഇന്ന ശിർക ലളുൽമുൻ അദീം. ഏറ്റവും കൊടിയ പാപമാണ് അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്ന് പറയുന്നു. അള്ളാഹുവിന്റെ അസ്മാ, അവന്റെ നാമങ്ങളിൽ, അവന്റെ സിഫാത്തുകളിൽ അങ്ങനെ ഒരുപാടുണ്ട്. അള്ളാഹുവിന് മാത്രം വകവെച്ചു കൊടുക്കേണ്ടതായ കാര്യങ്ങളുണ്ട്. നമ്മൾ നാടിപ്പം ഇങ്ങനല്ലേ, നമ്മൾ ജീവിക്കുന്നത് ഈ രാജ്യത്തല്ലേ, നമ്മളെ കോലം ഇങ്ങനെയാണല്ലോ, അതുകൊണ്ട് എങ്ങനെയൊന്നുമില്ല. അള്ളാഹു തആലയ്ക്ക് വകവെച്ചു കൊടുക്കേണ്ട അധികാരങ്ങളും അവകാശങ്ങളും അത് അള്ളാഹു അല്ലാത്ത ആർക്കെങ്കിലും പൂർണ്ണമായിട്ട് വേണ്ട, ഒരല്പമെങ്കിലും നൽകുന്നത് ശുദ്ധ. അതുപോലെ കുഫറുണ്ട്, റിയാഉണ്ട്, നിഫാഖുണ്ട്, അങ്ങനെ ഒരുപാട് തിന്മകൾ, തെറ്റുകൾ, ഇതൊക്കെ അള്ളാഹു വിലക്കിയ കാര്യങ്ങളാണ്. ബന്ധം മുറിക്കൽ, ബന്ധങ്ങൾ മുറിച്ചു കളയുന്നവരുണ്ട്. എനിക്ക് അങ്ങനെ ഒരു ഇക്കാക്കന്നില്ല എന്ന് പറയും ചില ആൾക്കാർ. പറഞ്ഞാണ്ടാവോ അത്? പറഞ്ഞു തെറ്റുമ്പം പറയും എന്റെ മയ്യത്ത് മുഖം കാണാനും കൂടി വരരുത്, എനിക്ക് അങ്ങനെ ഒരു പെങ്ങൾ തന്നെയില്ല. പറഞ്ഞാൽ പെങ്ങളെല്ലാം ഉണ്ടാവോ? എന്ത് ഗുരുതരമായ വാക്കുകളാണത്! ബന്ധങ്ങൾ മുറിച്ചു കളയുക അള്ളാഹു വിലക്കിയ കാര്യമാണ്. അർശ് കുലുങ്ങിപ്പോണ കാര്യമാണ്. ബന്ധങ്ങൾ മുറിക്കാൻ പാടില്ല. അയൽക്കാരൻ, ഏത് മതക്കാരനായിക്കൊള്ളട്ടെ, അയൽവാസി എന്ന ബന്ധം മുറിക്കാൻ പാടില്ല. അവന്റെ മതവും അവന്റെ ജാതിയും അവന്റെ രാഷ്ട്രീയവും അവന്റെ സംഘടനയും ഒക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ അതിന് ശേഷമാണ്. ഒന്നാമത്തെ വിലാസം മനുഷ്യൻ എന്നതാണ്. ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചതാണ് ആ കാര്യം. അയൽവാസി അനന്തരാവകാശിയാകുമോ എന്ന് കരുതുന്നത്രയും എന്നെ മലക്ക് വന്നുകൊണ്ട് ഉപദേശിച്ചു എന്ന് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അത്ര ഗൗരവമുള്ള കാര്യമാണ് അയൽപക്ക ബന്ധം, സാഹോദര്യ ബന്ധം, കുടുംബ ബന്ധം, ദാമ്പത്യ ബന്ധം, ഇങ്ങനെ ഒരുപാട് ബന്ധങ്ങൾ, ഗുരുശിഷ്യ ബന്ധം, സുഹൃത്ത് ബന്ധം, ഒരുപാട് ബന്ധങ്ങൾ. ആ ബന്ധങ്ങളുടെ പേരാണ് ജീവിതം. ആ ബന്ധം മുറിക്കൽ അള്ളാഹു വിലക്കിയ കാര്യമാണ്. അങ്ങനെ അള്ളാഹു വിലക്കിയ വിലക്കുകളിൽ നിന്ന് ആ വിലക്കുകളെ വെടിയുന്നവനാണ് യഥാർത്ഥ മുഹാജിർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അങ്ങനെ അള്ളാഹു വിലക്കിയത് വെടിയുന്നവനാകുമ്പോഴാണ് അള്ളാഹുവിന്റെ അടുത്ത ആളായിട്ട് മാറാൻ കഴിയുള്ളൂ. സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഖുർആനിൽ മുന്നറിയിപ്പ് നൽകുന്ന ഒരു കാര്യമാണ്. ഇന്നല്ലദീന തവഫാഹുൽ മലായികതു ളാലിമീ അൻഫുസിഹിം ഖാലൂ ഫീമ കുൻതും. മലക്ക് വരുമല്ലോ റൂഹ് പിടിക്കാൻ വേണ്ടിയിട്ട്. നമ്മളെ തൊക്ക് വരുമല്ലോ. ഇപ്പൊ ഇതൊരു കഥയല്ലല്ലോ. നമ്മള് മുമ്പ് മരണപ്പെട്ടു പോയ ആൾക്കാർക്ക് ഇതൊക്കെ വന്നിട്ടുണ്ട്. ചില ആൾക്കാരെ മരണ സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ, സക്രാത്തിന്റെ ഹാല് കണ്ട ആൾക്കാരുണ്ടെങ്കിൽ ഓൾക്കറിയാം. മരിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാര് എന്തെല്ലോ പറയാൻ ശ്രമിക്കുന്നുണ്ട്, എന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷെ ആ ഭാഷ നമുക്ക് തിരിയണില്ല. കാരണം അവര് നമ്മളോടല്ല പറയണത്, ഓലെ വന്നവരോടാണ് പറയണത്. അവർ മറുപടി കൊടുക്കുന്നത് നമുക്കല്ല, ആ വന്നവരോടാണ്. നമ്മൾ പറയുന്നത് ഇവർക്ക് തിരിയണില്ല, മരിക്കുന്ന ആൾക്ക് തിരിയണില്ല നമ്മൾ പറയുന്നത്. അവർ പറയുന്നത് നമുക്കും തിരിയണില്ല. കാരണം ബന്ധം മാറി, ഭാഷ മാറി, ലോകം മാറി, അവരങ്ങോട്ട് പോവാണ്, ആ വാതിൽ കടന്നു പോവാണ്. അങ്ങനെ മലക്കുകൾ വരുമല്ലോ, നമ്മുടെ അടുത്തൊക്കെ വരുമല്ലോ. ആ വരുന്ന സമയത്ത് ഈമാനോടുകൂടി സന്തോഷത്തോടെ വിട പറയാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാണ്. ദുനിയാവിൽ ദുൽമ ചെയ്തിട്ടുള്ള ആൾക്കാരോട് ഇങ്ങനെ വരുന്ന മലക്കുകൾ ചോദിക്കുമെന്നാണ്, ഫീമ കുൻതും, എന്തായിരുന്നു നിങ്ങളുടെ സ്ഥിതി, എന്തായിരുന്നു നിങ്ങളുടെ അവസ്ഥ എന്ന് ചോദിക്കുമെന്നാണ്. അപ്പൊ അവര് പറയും ഖാലൂ കുന്നാ മുസ്തദഅഫീന ഫിൽ അർദ്. അവര് പറയും ഞങ്ങള് അടിച്ചമർത്തപ്പെട്ടവരായിരുന്നു, ഞങ്ങൾ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാത്തത് അല്ലെങ്കിൽ ദുൽമ ചെയ്തത് ഞങ്ങൾ അള്ളാഹു അല്ലാത്തവരെയും
ഇബാദത്ത് ചെയ്തതൊക്കെ എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇബാദത്ത് ചെയ്തതെന്ന് പറഞ്ഞാൽ അള്ളാഹ് അല്ലാത്തവർക്കൊക്കെ അടിമപ്പെട്ടത്, അള്ളാഹു അല്ലാത്തവരൊക്കെ അനുസരിച്ചത്, അള്ളാഹു അല്ലാത്തവരുടെ കൂടെ പോയത്, ഇതൊക്കെ എന്തിനാന്ന് ചോദിച്ചാൽ അതാണല്ലോ ദുൽമ എന്ന് പറഞ്ഞത്. അപ്പൊ അവര് പറയും ഞങ്ങൾ അടിച്ചമർത്തപ്പെട്ടവരായിരുന്നു, എന്താ ചെയ്യാ ഞങ്ങള്? മലക്കുകൾ ചോദിക്കുമെന്ന് അള്ളാഹു പറയുകയാണ്. ഖാലൂ, അപ്പോൾ മലക്കുകൾ ചോദിക്കും, അലം തകുൻ അർളുല്ലാഹി വാസിഅ, അള്ളാഹുവിന്റെ ഭൂമി വിശാലമായിരുന്നില്ലേ? ഫതുഹാജിറു ഫീഹാ, പോയിക്കൂടായിരുന്നോ നിങ്ങൾക്ക്? ഹിജ്റ പോയിക്കൂടായിരുന്നോ? ഫഉലൈക മഅവാഹും ജഹന്നം, അവരുടെ സങ്കേതം നരകമാണ്. വസാഅത് മസീറാ, അതെത്ര മോശപ്പെട്ട സങ്കേതമാണ്. വേറെ ആരും അല്ല കേട്ടോ പറഞ്ഞിരുന്നത്, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു തരാണ്. അപ്പൊ ഇത് റിപ്പോർട്ട് ചെയ്തിട്ട് ഒരു പ്രശ്നമില്ല. മരിച്ചു പോകുന്നവന്റെ സ്ഥിതി കുറച്ചല്ലേ നമുക്കറിയുള്ളൂ, അപ്പുറത്തുള്ളത് നമുക്ക് അറിയില്ലല്ലോ. മലക്കുകളെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ, ചോദിക്കണത് നമ്മൾ കേട്ടിട്ടില്ലല്ലോ. പക്ഷെ അള്ളാഹുവാണ് പറഞ്ഞു തരുന്നത് ഇങ്ങനൊക്കെ സംഭവം നടക്കുന്നുണ്ട്. ഹിജ്റ പോയിക്കൂടായിരുന്നോ? ഹിജ്റ പോവുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ കാലത്തുള്ള ഹിജ്റ എന്താണ്? നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന നമ്മുടെ ഹിജ്റ എന്താണ്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അനൈക്യത്തിൽ നിന്ന് ഐക്യത്തിലേക്ക് ഹിജ്റ പോകാൻ നമുക്ക് കഴിയണം. മിനൽ ജഹ്ലി ഇലൽ ഇൽം, അറിവുകളിൽ നിന്ന് അറിവിലേക്ക് ഹിജ്റ പോകാൻ നമുക്ക് കഴിയണം. അഹങ്കാരത്തിൽ നിന്ന് വിനയത്തിലേക്ക് ഹിജ്റ പോകാൻ നമുക്ക് കഴിയണം. ഹിജ്റ എന്ന് പറയുമ്പോ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വഴി മുട്ടിപ്പോയാൽ ആ മുട്ടിയ വഴിയിൽ സ്തംഭിച്ചു നിൽക്കാതെ പിന്തിരിഞ്ഞു പോകാതെ മറ്റൊരു വഴി കണ്ടെത്തി പോകുന്നതിന്റെ പേരാണ്. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം നല്ല മാതൃക അതിന് നമുക്ക് നൽകുന്നുണ്ട്. സഹാബികളിൽ കുറച്ച് ആൾക്കാർ അബിസീനിയയിലേക്ക് പറഞ്ഞു നോക്കും, പിന്നെ എന്റെ കൂടെ അങ്ങോട്ട് പോണില്ല, അവിടുത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. പിന്നെ തായിഫിലേക്ക് വിശ്വാസം തന്നെ പോകുന്നു, പക്ഷെ തായിഫല്ല രക്ഷാമാർഗം, അവിടെ വഴി അടഞ്ഞിട്ടുണ്ട്, അവിടുന്ന് കല്ലേറാണ്, തിരിച്ചു വരുന്നു. അങ്ങനെ തിരിച്ചു വന്നിട്ട് പിന്നെയാണ് യസ്രിബിലേക്ക് പോകുന്നത്, മദീനത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടേക്ക് പോകുന്നത്. അപ്പൊ ഒരു വഴി മുട്ടിപ്പോകുമ്പോൾ അടുത്ത വഴി കാണണം. നമ്മൾ ജീവിക്കുന്ന നാട് എന്താണ്? ഇവിടെ തൗഹീദ്, യഥാർത്ഥത്തിലുള്ള തൗഹീദ് അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് കഴിയുമോ? അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ നമുക്ക് കഴിയുമോ? അതിനുള്ള പരിശ്രമം നമ്മൾ നടത്തണം. അങ്ങനെ നടത്തുന്ന ദീനി പരിശ്രമങ്ങൾ എവിടെയെങ്കിലും ചെന്ന് മുട്ടിയാൽ അടുത്ത വഴി നോക്കണം. ഒരു രീതിക്ക് പോയിട്ട് നടക്കണില്ല, വേറൊരു രീതിയിൽ നോക്കണം. നമ്മളെ ജീവിതം അങ്ങനെയല്ലേ നമ്മൾ ചെയ്യാം. നമ്മളെ കച്ചവടം ഒരു നിലക്ക് പോയിട്ട് ലൈസൻസ് കിട്ടണില്ലേ, വേറൊരു ബൈക്കിൽ പോയിട്ട് നമ്മൾ നേടിയെടുക്കൂലേ? ദുനിയാവിന്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ നമുക്കതിന് കഴിവുണ്ട്. അപ്പൊ ദീനിന്റെ കാര്യത്തിൽ നമുക്ക് ആ കഴിവ് നഷ്ടപ്പെട്ടിട്ട് നമ്മൾ ആകെപ്പാടെ കുടുങ്ങിപ്പോയി, നമ്മൾ ഇങ്ങനെ ആയിപ്പോയി എന്നൊന്നും പറയണ്ട. വഴി മാറി ചിന്തിക്കണം, വേറെ വഴിക്ക് പോകണം. നാവിഗേറ്റർ ഓൺ ചെയ്തിട്ട് കാറിൽ പോകുമ്പോ നമുക്ക് റൂട്ട് ഇങ്ങനെ പറഞ്ഞു തരൂലേ? അങ്ങനെ പറഞ്ഞെന്ന് നമ്മളോട് തിരിയാൻ പറയുന്നിടത്ത് എത്തുമ്പോൾ റോഡ് ബ്ലോക്ക് ഉണ്ട്, നമ്മൾ തിരിയൂല. നമ്മൾ മുന്നോട്ട് പോയാൽ ഇതെന്ത് ചെയ്യും? ഇത് വേറെ വഴി പറഞ്ഞു തരും, അല്ലെ? വേറെ വഴി പറഞ്ഞു തരും. ഇങ്ങനെ ഒരു വഴി അടയുമ്പോൾ വേറെ വഴി കണ്ടെത്തുന്നതിനാണ് ഹിജ്റ എന്ന് പറയുക. അപ്പോൾ അള്ളാഹുവിന്റെ സഹായം അതിലുണ്ടാകും, അള്ളാഹുവിന്റെ ബർക്കത്ത് അതിൽ ധാരാളമായിട്ടുണ്ടാകും. നിശ്ചലമായി നിൽക്കാൻ പാടില്ല, നിശ്ചലാവസ്ഥ ഉണ്ടാവാൻ പാടില്ല. മുസ്ലിം ഉമ്മത്ത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം. ഇപ്പോൾ നാം ജീവിക്കുന്നത് നിയോ ഫാസിസ്റ്റ് കാലത്താണെങ്കിലും ക്ലാസിക്കൽ ഫാസിസ്റ്റ് കാലത്താണെങ്കിലും ഏത് കാലത്താണെങ്കിലും ഇസ്രായേലിന്റെ കൊടിയ ധ്വംസനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലത്താണെങ്കിലും ഏത് കാലത്താണെങ്കിലും അള്ളാഹുവിനനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു വഴി നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ കണ്ടെത്തണം. ഒരു വഴി അടയുമ്പോൾ മറ്റൊരു വഴി തുറന്ന് നമുക്ക് അതിലൂടെ പോകാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.